പിന്നെ നിങ്ങൾ എന്തൊക്കെ വാർത്തയാണ് ഓരോരുത്തർ കൊടുക്കുന്നത്? ഈ ശ്രീധരൻ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നു തന്നു, ആ പ്രോജക്റ്റ് നടപ്പാക്കാൻ തീരുമാനിച്ചു. ആര്? എവിടെ തീരുമാനിച്ചു? അല്ലല്ല, എവിടെ തീരുമാനിച്ചു? ആള് എത്ര പേര് വാർത്ത കൊടുത്തു? എന്നിട്ട് കുറെ പേര് തർക്കമാണ്. അതിൽ സ്റ്റാൻഡ് ഗേജ് ആണ്, ഇതിൽ മീറ്റർ ഗേജ് ആണ്. എന്നിട്ട് ഗവൺമെന്റ് എന്തിനു സ്റ്റാൻഡ് ഗേജ് അപ്രൂവ് ചെയ്തു? അദ്ദേഹത്തെ പോലത്തെ ഒരാൾക്ക് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു പ്രോജക്റ്റ് തന്നു, അത്രേ നടന്നുള്ളൂ. ഞങ്ങളെന്താ ചെയ്തത്? അത് സ്റ്റഡി ചെയ്യാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ഒരു റെയിൽവേ എക്സ്പേർട്ട്, ഒരു എൻവയൺമെന്റ് എക്സ്പേർട്ട്, ഒരു ഫിനാൻസ് എക്സ്പേർട്ട്, ഈ 3 ആസ്പെക്റ്റും അതിൽ പരിശോധിക്കണം. റെയിൽവേ ആംഗിളിൽ നിന്ന് ഏതാണ് കേരളത്തിന് അനുയോജ്യം, ഇപ്പോഴത്തെ മോഡേൺ സ്പീഡ് കോറിഡോർ എങ്ങനെയാണ് ചെയ്യുന്നത്, സ്റ്റാൻഡ് ഗേജ് ആണോ, മീറ്റർ ഗേജ് ആണോ, പില്ലറിലാണോ, എംബാങ്ക്മെന്റിലാണോ, എങ്ങനെയാണ് ചെയ്യുന്നത്, ഇപ്പൊ തന്നിരിക്കുന്ന പ്രപ്പോസൽ അത് പറ്റിയതാണോ? നമ്മൾ സിൽവർ ലൈനിനെതിരായിട്ടുള്ള ഞങ്ങളുടെ അലിഗേഷൻ എന്താ? 2 കാര്യമാണ് പറഞ്ഞത്. അത് ഇക്കണോമിക്കലി ഫീസിബിൾ അല്ല, നമ്പർ 1. നമ്പർ 2, അതൊരു എൻവയൺമെന്റ് ഡിസാസ്റ്റർ ആയിരിക്കും. കേരളം പോലുള്ള വളരെ ക്ലൈമറ്റ് ചേഞ്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇതുപോലത്തെ ഏത് പ്രോജക്റ്റ് വന്നാലും ഈ ഗവൺമെന്റ് അത് പരിശോധിക്കും, അതിന്റെ എൻവയൺമെന്റ് ഇമ്പാക്ട് പരിശോധിക്കും. അതുകൊണ്ടാണ് ആദ്യമായിട്ടാണ് നമ്മളൊന്നും ഗവൺമെന്റ് കമ്മിറ്റികളിലൊന്നും എൻവയൺമെന്റ് എക്സ്പേർട്സിനെ വയ്ക്കാറില്ല. എൻവയൺമെന്റ് എക്സ്പേർട്ടിനെ കൂടി വെച്ചിട്ടാണ് ആ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. വിത്തിൻ 3 വീക്സ് അവരതിന് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് തരും. എന്നിട്ട് ഞങ്ങളത് പഠിക്കും, എന്നിട്ട് തീരുമാനമെടുക്കും. ഈ ശ്രീധരൻ വന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞാൽ എനിക്ക് കാണണ്ടെന്ന് പറയാൻ പറ്റും. അദ്ദേഹം ഒരു റിപ്പോർട്ട്, ഞാനത് വാങ്ങിച്ചു വെച്ചു. ഞാൻ പോലും വായിച്ചു നോക്കുന്നതിന് മുമ്പേ വാർത്ത വന്നത് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു എന്ന് പുതിയ പദ്ധതി. ഭയങ്കരം തന്നെ.